സംസ്ഥാന നിയമസഭയിലേക്ക് വലിയ മത്സരം നടക്കുന്ന 20 മണ്ഡലങ്ങളിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കുന്നത്തുനാടാണ്. ശക്തമായൊരു ത്രികോണ മത്സരം കേരളത്തിൽ അരങ്ങേറുന്ന മണ്ഡലങ്ങളിലൊന്നായി കുന്നത്തുനാട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ആ മത്സരത്തിൽ തന്നെ കുന്നത്തുനാട് അവർ വലിയ തോതിൽ വോട്ട് പിടിക്കുന്നു. അങ്ങനെ ഒരു വലിയ ത്രികോണ മത്സരത്തിൽ LDFന് വേണ്ടി PV ശ്രീനിജൻ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ശ്രീനിജൻ്റെ ജയമുണ്ടായത്. 2011 2016 UDFനൊപ്പം നിന്ന മണ്ഡലമാണ് കുന്നത്തുനാട്. ആ മണ്ഡലമാണ് 2020 വലിയ വോട്ട് പിടിച്ചപ്പോൾ LDFന് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇത്തവണ പ്രത്യേകതയുണ്ട്. 2020 NDAയുടെ ഘടകകക്ഷിയായി മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ ചെറിയ തോതിലെങ്കിലും BJP അവിടെ വോട്ട് പിടിച്ചിരുന്നു. ആ വോട്ട് കൂടി ഇത്തവണ 2020 കിട്ടും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതേസമയം കഴിഞ്ഞ തവണത്തെ പ്രകടനം 2020 ആവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ബഷീർ, ഈ കുന്നത്തുനാട് അപ്രതീക്ഷിതമായി ഒരു വലിയ മത്സരം കഴിഞ്ഞ തവണ ഉണ്ടായ മണ്ഡലമാണ്. പ്രത്യേകിച്ച് 2020 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ അവർ ഇത്രയും വോട്ട് പിടിക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ കാൻഡിഡേറ്റ് ഡോക്ടർ സുജിത് P. സുരേന്ദ്രൻ, അദ്ദേഹം ഏതാണ്ട് 40,000 ചില്ലറ വോട്ട് പിടിച്ചു. അതുകൊണ്ട് ഗുണമുണ്ടായത് LDFനാണ്. PV ശ്രീനിജൻ അവിടെ നിന്ന് വിജയിച്ചു. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ഈ 2020 PV ശ്രീനിജനും തമ്മിലുള്ള വാക്പോരിന് ഈ കഴിഞ്ഞ 5 വർഷവും കേരളം സാക്ഷിയായിരുന്നു. പല നിലയ്ക്കുള്ള വാക്പോരുകൾ നമ്മൾ കണ്ടു. ആ നിലയ്ക്കുള്ളൊരു മത്സരം അവിടെയുണ്ട്. സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത്, അതായത് 2011 2016 UDF ജയിച്ച ആ മണ്ഡലം, ആ 2 തെരഞ്ഞെടുപ്പിലും VP സജീന്ദ്രനാണ് അവിടെ നിന്ന് ജയിച്ചിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സജീന്ദ്രൻ മത്സരിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീന്ദ്രൻ മത്സരിക്കുന്നു. ശ്രീനിജനാണ് സ്ഥാനാർത്ഥി. 2020 സ്ഥാനാർത്ഥിയായിട്ട് പഴയൊരു കോൺഗ്രസ് നേതാവ്, പത്തനംതിട്ടയിലെ DCC ഭാരവാഹിയായിരുന്ന ബാബു ദിവാകരൻ രാജിവെച്ച് വന്നപ്പോൾ ആ ബാബു ദിവാകരനെ കുന്നത്തുനാട് കൊണ്ടുവന്ന് 2020 NDAയുടെ കാൻഡിഡേറ്റായിട്ട് അവതരിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സമാനമായൊരു മത്സരം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ളൊരു വലിയ ത്രികോണ മത്സരം കുന്നത്തുനാട് ഉണ്ടാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കണോ? അതോ LDFും UDFും? ഞാൻ തിരിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഈ 2020 ഒരു ആവിർഭാവവും അതിൻ്റെ ഒരു എമർജൻസും നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എമർജൻസി ആയിരുന്നു. ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് രാഷ്ട്രീയമായി ഇടപെടുന്നു. ആ പഞ്ചായത്തിലേക്ക് ഇടപെടുന്നു, ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിലേക്ക് ഇടപെടുന്നു. അവരുടെ ഒരു ക്യാപ്റ്റീവ് വോട്ടേഴ്സിനെ, അവരുടെ ആശ്രിതരായ കുറേ തൊഴിലാളികളായ ആശ്രിതരായ കുറേ വോട്ടർമാരെ മുൻനിർത്തി അവർ ആ പഞ്ചായത്തിൻ്റെ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അവരവിടെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ആ മണ്ഡലത്തിനോ അല്ലെങ്കിൽ ആ പഞ്ചായത്തുകൾക്കോ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ലഭ്യമല്ലാത്ത വിധത്തിൽ അവരവിടെ വലിയ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പ്രത്യേകിച്ചും ഭക്ഷ്യസുരക്ഷ പോലെയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നു. വലിയ സ്റ്റോറുകൾ തുടങ്ങി അവിടെ വലിയ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നു. പലതരത്തിൽ പശുവിതരണം പോലെയുള്ള മറ്റ് പലതരത്തിലുള്ള പരിപാടികൾ നടപ്പാക്കുന്നു. കാർഷിക മേഖലയിലേക്ക് ഇടപെടുന്നു. ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ഭീമൻ അതിൻ്റെ CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ആ പ്രദേശത്തെയാകെ രാഷ്ട്രീയമായി താളം തെറ്റിക്കുകയോ അതല്ലെങ്കിൽ മാറ്റിമറിക്കുകയോ ചെയ്യുന്ന ഒരു പരീക്ഷണം എന്ന മട്ടിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ തോതിലുള്ളൊരു വാർത്തയായിട്ടാണ് ആദ്യം ഈ കിറ്റക്സിൻ്റെ രാഷ്ട്രീയ പ്രവേശം. പിന്നീടാണ് മനസ്സിലാവുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുമായുള്ള വലിയൊരു ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് രൂപ പേ ചെയ്ത് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിന് പകരമാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത് എന്നത്. അതിന് ശേഷം ആ ഒരു ചില പഞ്ചായത്തുകൾ, 4-5 പഞ്ചായത്തുകളിൽ അവർക്ക് ഗ്രിപ്പുണ്ടാക്കാൻ പറ്റി. അവിടെ വലിയ സ്വാധീനമുണ്ട് എന്നവർ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അവർ അത് റിഫ്ലക്ട് 4 പഞ്ചായത്തുകളിൽ അവർ പിടിച്ചെടുത്തു. ഞാൻ പറയുന്നത് നിയമസഭയിലേക്ക് കൂടി തങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. അവരത് ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അത് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലും അവർക്ക് അതിനൊന്ന് വ്യാപിപ്പിക്കാൻ പറ്റും എന്ന് അവർ വിചാരിച്ചു. യഥാർത്ഥത്തിൽ 2021 വോട്ടിൻ്റെ കണക്ക് വളരെ ആ ഒരു പ്രതീക്ഷയ്ക്ക് സംഖ്യാപരമായി പിന്തുണ നൽകുന്നതാണ്. ശ്രീനിധന് കിട്ടിയത് 51,180 വോട്ട്, 33.77%. സജീന്ദ്രന് ലഭിച്ചത് 48,463 വോട്ട്, അതായത് 31.98%.
2020 ഡോക്ടർ സുജിത് പി സുരേന്ദ്രൻ ലഭിച്ചത് 27.64%, അതായത് 41,890 വോട്ട്. കേരളത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക്, ഒരു മൂന്നാം സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വോട്ട് അവർക്ക് കിട്ടി. അതും BJP 7,000 വോട്ട്, 7,056 വോട്ട്, 4.66% വോട്ട് അവിടെ നിലനിൽക്കെ തന്നെ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ സുജിത് സുരേന്ദ്രൻ വന്നു 2020. ഇതാണ് അവരുടെ വലിയ പ്രതീക്ഷകൾക്ക് കാരണമായി തീർന്നത്. പിന്നീട് ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു മുന്നണികളിലേക്ക് ചേക്കാറാനുള്ള മോഹവുമൊക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഇത് പക്ഷേ ഈ രണ്ട് മുന്നണികളും, അതായത് UDFും LDFും വലിയ തോതിൽ അപ്സെറ്റായി. കാരണം ഒരു തരത്തിലും രാഷ്ട്രീയ കേരളത്തിന് പരിചയമില്ലാത്തൊരു പരീക്ഷണമാണ് വന്നത്. അവിടെ സ്വന്തം പാർട്ടികൾക്കുള്ള അണികൾ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അതിൻ്റെ അണികൾ രാജിവെച്ച് പോകുന്ന അവസ്ഥ, ഈ 2020യിലേക്ക് ചേക്കേറുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടായി. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടി അവരുടെ സ്വാധീനം ഏതാണ്ട് അവസാനിച്ചു. കിഴക്കമ്പലം ഒഴികെയുള്ള പഞ്ചായത്തുകളിൽ അത് അവരുടെ സ്വാധീനം ഇല്ലാതായി. അവർക്ക് അവരുണ്ടാക്കിയെടുത്ത ആ ഭൂമിക നഷ്ടപ്പെട്ടു എന്നാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പറയുന്നത്. ഇപ്പോൾ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത്, ബഷീർ പറഞ്ഞ പോലെ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമാണ് അവർക്ക്, അത് അവരുടെ തൊഴിലാളികളാണ് അവിടെ നിലനിർത്താൻ സാധിച്ചത്. അതേസമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്നത്തുനാട്, ഐക്കരനാട്, മഴുവന്നൂർ, ഈ 3 പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടമായി. ഇത് നഷ്ടമാവുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. കാരണം ഈ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള ഈ പഞ്ചായത്തുകളിലൊക്കെ LDFും UDFും തമ്മിൽ ചെറിയ ധാരണ ഉണ്ടാക്കിയിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചത്. കാരണം 2020യുടെ ഈ വളർന്നു വരുന്ന സ്വാധീനത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് ചെറുതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ചെറിയ ധാരണ LDFും UDFും തമ്മിൽ അവിടെ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പഞ്ചായത്തുകളുടെ ഭരണം 2020ക്ക് യഥാർത്ഥത്തിൽ നഷ്ടമാകുന്നത്. അതേസമയം മറ്റു പഞ്ചായത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവിടെ ബാക്കിയുള്ള 4 പഞ്ചായത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൂത്തൃക്ക, തിരുവാണിയൂർ, വടവുകോട്, പുത്തൻകുരിശ്, അതുപോലെ മുഴക്കുളം, വാഴക്കുളം, ഈ 4 പഞ്ചായത്തുകളുണ്ട്. ഈ 4 പഞ്ചായത്തുകളും 2020ലും UDF അധികാരത്തിൽ വന്നതാണ്, 2025ൽ UDF അധികാരം നിലനിർത്തിയതുമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ UDFന് 2011ലും 2016ലും നേടിയ വിജയം ഒരു പക്ഷേ ആവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം വടവുകോടുണ്ട്, ഈ കുത്തന്താടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2020യെ മാറ്റി നിർത്തി 2020 എന്നൊരു പ്രതിഭാസം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലെ 2 തെരഞ്ഞെടുപ്പുകൾ 2016ഉം 2011ഉമാണ് അവിടെ സംഭവിച്ചത്. അതിൽ ഈ 2 തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് നോക്കിയാൽ UDFന് രണ്ട് തെരഞ്ഞെടുപ്പിലും UDFന് ചെറിയ വിജയം എന്നുള്ളതാണ്. 2016ൽ സജീന്ദ്രൻ തന്നെയാണ് സ്ഥാനാർത്ഥി, 65,445 വോട്ട്, 44% വോട്ട്. ഷിജി ശിവജി എന്നയാളാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി, 62,766 വോട്ട്, ഏതാണ്ട് 42%, 42.3% വോട്ട്. NDAക്ക് അവിടെ 11.10, അതായത് 11% മേലെ വോട്ടുണ്ടായിരുന്നു. അതായത് 2021 കിട്ടിയതിൻ്റെ ഇരട്ടി വോട്ട് 2016 യഥാർത്ഥത്തിൽ BJPക്ക് അവിടെ കിട്ടിയിരുന്നു, 16,459. അതിൽ നിന്നൊരു നല്ല വിഭാഗം വോട്ട് 2020യിലേക്ക് പോയി എന്നാണ് അത് കാണിക്കുന്നത്. 2011 സജീന്ദ്രൻ തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, 63,624 വോട്ട്, ഏതാണ്ട് 16ൽ കിട്ടിയ അതേ വോട്ട്, 49.78%. MA സുരേന്ദ്രനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി, 54,892 വോട്ട്. M രവി BJP NDA സ്ഥാനാർത്ഥി, 4.58%, 5,862 വോട്ട്. 8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സജീന്ദ്രൻ അന്ന് വിജയിച്ചത്. രാജീവ് ഈ പറഞ്ഞതുപോലെ 2014ലെയും 2011ലെയും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിപ്പറ്റീഷനാവും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2020 എന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നു. 2020 ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയി എന്നാണ്. അല്ലെങ്കിൽ ഒരുപാട് പേർ അവരുടെ NDA പ്രവേശനത്തോടു കൂടി, സാബു ജേക്കബിൻ്റെ NDA പ്രവേശനം പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും ഒക്കെ പ്രവർത്തകരായിരുന്ന ആളുകൾ 2020യിലേക്ക് മാറിയ ആളുകൾ തിരിച്ച് CPMലേക്കോ കോൺഗ്രസിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ പിന്തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് കണക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ 2020 മുന്നണി പ്രവേശനം നടത്തി ഒരു പാൻ കേരള പാർട്ടിയാകാനൊക്കെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിനൽ കേന്ദ്രത്തിൽ അത് തകർന്നടിയുന്ന കാഴ്ച
ആയിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചു തരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ എൻ്റെ ഒരു സംശയം, ഈ സാബു ജേക്കബ് ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം ഈ അവിടെ ഉണ്ടായ തിരിച്ചടിക്ക് ശേഷം ആ പാർട്ടിയെ കുറെ കൂടെ ഊർജിതമാക്കാനും ഊർജ്ജസ്വലമാക്കാനും ഒക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ NDAയുടെ ഒക്കെ കൂടെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. BJPക്ക് ഏറ്റവും കുറഞ്ഞത് 7000 വോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ആ വോട്ട് കൂടെ ഈ 2020യുടെ വോട്ടിലേക്ക് ചേർക്കപ്പെടും. കണക്കുകൾ വെച്ചത് അവർക്ക് ഒരു ഘട്ടത്തിൽ കിട്ടിയ 41,000 വോട്ടും BJPക്ക് ആ തെരഞ്ഞെടുപ്പിനെങ്കിലും കിട്ടിയ ഏതാണ്ട് 7000-ഓളം വോട്ടും ചേർത്താൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ തൊട്ടടുത്ത് വരും. അത് ഏതാണ്ട് ഒരു 51,000 വോട്ടാണ് ശ്രീജന് കിട്ടിയത്. 41 അന്ന് സുജിത് സുരേന്ദ്രന് കിട്ടിയത്. ഈ 41ഉം 7ഉം ചേർന്നാൽ ഏതാണ്ട് 41,800 മറ്റത് 7,056. ഇത് 49,000-നടുത്ത് വോട്ടാണ്. മറ്റത് 51,000 വോട്ടിനാണ് അന്ന് ശ്രീനിജൻ വിജയിച്ചത്. 2,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രം. അതായത് കണക്ക് മാത്രം വെച്ചാൽ 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താനുള്ള സാധ്യത അവിടെ 2020ക്കുണ്ട്. പക്ഷേ ഈ NDA പ്രവേശനം എന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ മൂവ് അതിന് നേരെ എതിരായിട്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് ഗ്രൗണ്ടിൽ അങ്ങനെ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. BJP 2020 ഒരുപക്ഷെ കഴിഞ്ഞ തവണ പിടിച്ച വോട്ടിൻ്റെ പകുതി വോട്ടിലേക്ക് ചുരുങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കുന്നത്തുനാടിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ നിലയ്ക്കാണ് അവരുടെ NDA പ്രവേശം അവരുടെ അണികളുടെ തിരിച്ചൊഴുക്കിന് കാരണമായത് എന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരൊരു മത്സരം കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഈ തിരിച്ച് LDF UDF ആ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 2011 നേരത്തെ ബഷീർ പറഞ്ഞ പോലെ സജീന്ദ്രൻ ജയിക്കുന്ന 8,372 വോട്ടിനാണ്. പക്ഷേ 2016 വരുമ്പോൾ അത് 2,679 വോട്ടായിട്ട് സജീന്ദ്രൻ്റെ ഭൂരിപക്ഷം കുറയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. PV ശ്രീനിജനെ എടുത്തു കഴിഞ്ഞാൽ ശ്രീനിജൻ MLA എന്നുള്ള നിലയ്ക്ക് ശ്രീനിജൻ്റെ പെർഫോമൻസ് അത്ര മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം ശ്രീനിജൻ്റെ ഈ 2020 വലിയ യുദ്ധം, നേരിട്ടുള്ള യുദ്ധം, അത് ചെറിയ പ്രശ്നം മുതൽ വലിയ പ്രശ്നം വരെ ഏത് പ്രശ്നത്തിലും വളരെ ഡയറക്റ്റായിട്ടുള്ള ഫൈറ്റ് ശ്രീനിജൻ കഴിഞ്ഞ 5 വർഷം 2020 ആയിട്ട് നടത്തിയിരുന്നു. അതൊരു പക്ഷേ 2020 NDAയിലേക്ക് പോയ സമയത്ത് ശ്രീനിജൻ ഒരു അനുകൂല ഘടകമായിട്ട് മാറാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2020 ആയിട്ട് നിരന്തര യുദ്ധമായിരുന്നു. അതേസമയം സജീന്ദ്രനെ സംബന്ധിച്ച് സജീന്ദ്രൻ ആ സ്പേസിൽ ഉണ്ടായിട്ടേ ഇല്ല കഴിഞ്ഞ 5 വർഷത്തിനിടെ. സജീന്ദ്രൻ തലപ്പൊക്കമുള്ള നേതാവാണ്, KPCCയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ദീർഘകാലമായി രാഷ്ട്രീയത്തിലുണ്ട്, വൈക്കത്തൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആളാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പരിചയ സമ്പത്തും ജനപിന്തുണയും സജീന്ദ്രൻ ഉണ്ടെങ്കിൽ പോലും ഈ 2020 ആയിട്ടുള്ള നേരിട്ടുള്ള ഫൈറ്റിൽ മുന്നിൽ നിന്ന് ശ്രീനിജനാണ് എന്നുള്ളത് ഒരു പക്ഷേ ഗ്രൗണ്ടിൽ ശ്രീനിജന് ഈ 2020 കൂടെ മത്സരിക്കുന്ന ഒരു കളത്തിൽ ശ്രീനിജന് ചെറിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മേഖലയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളാണല്ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡായി പ്രചരിച്ച വാർത്തകളാണ് നമ്മളുടെ അവിടെ എന്ത് നടക്കുന്നു എന്നതിന് നമ്മൾ നോക്കുന്ന ഒരു അതിൻ്റെ മാനദണ്ഡം. അത് വെച്ച് എല്ലാ കാലത്തും ശ്രീനിജനും 2020 മീൻസ് കിറ്റക്സും തമ്മിലുള്ള തർക്കം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാം. അത് രാഷ്ട്രീയ വേദിയിലുണ്ട്, അല്ലാതെ ഗ്രൗണ്ടിലും പല രീതിയിലുള്ള തർക്കങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയമായി എൻഗേജ് ചെയ്തു എന്നതാണ് MLA എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത്. അതിൻ്റെ ഗുണം എന്തായാലും അദ്ദേഹത്തിന് കിട്ടാതിരിക്കും. പക്ഷേ അതുപോലെ നേരെ ഒരു തിരിച്ചുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം 2020യെ സംബന്ധിച്ച് ശ്രീനിജനെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്കില്ല, രാഷ്ട്രീയക്കാരാണ് ഞങ്ങളുടെ ശത്രുക്കൾ, രാഷ്ട്രീയക്കാരാണ് കേരളത്തിൻ്റെ തന്നെ ശത്രുക്കൾ, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമായ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞ ആളാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടുന്നത്. അതോടുകൂടി അതിൻ്റെ ലെജിറ്റിമസി തന്നെ ഇല്ലാതായി. ജനങ്ങൾക്ക് മുമ്പിൽ അതിനുണ്ടായിരുന്ന ലെജിറ്റിമസി ഇല്ലാതായി. അതിനുശേഷം തുടർച്ചയായ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ 2020 ഈ ഇടത് വലത് മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി അവിടെ വരുന്ന ഒരു ചിത്രം ഉദിക്കുന്നേയില്ല. LDF UDF സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരം. 2020ക്ക് 2021 അവർ ആർജിച്ച പ്രസൻസ് നിലനിർത്താൻ പെടാപ്പാട് പെടേണ്ടി വരും എന്നാണ്. ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം നഗരവുമായി അധികം ദൂരമല്ലാത്ത നഗരത്തിൻ്റെ ഒരു സ്വഭാവം, നഗരം അങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് അങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നഗര സ്വഭാവവും കൂടെ വലിയ തോതിൽ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വന്ന് താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലുണ്ട്, തൊഴിലാളികൾ ധാരാളമുണ്ട്, പലതരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ആ മേഖലയിലുള്ളതുകൊണ്ട് തന്നെ
തൊഴിലാളികളുടെ എണ്ണം ധാരാളമുണ്ട്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പഞ്ചായത്തുകളെങ്കിലും തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പുകളിൽ UDF ജയിച്ച 4 പഞ്ചായത്തുകൾ ആ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ അത്ര വലിയൊരു ത്രികോണ മത്സരമായിരിക്കില്ല ഒരു പക്ഷേ ഇത്തവണ കുന്നത്തുനാട് ഉണ്ടാവുക. പക്ഷേ ടൈറ്റായിട്ടുള്ളൊരു LDF UDF ഫൈറ്റിൻ്റെ മേഖലയായിട്ട് കുന്നത്തുനാട് മണ്ഡലം മാറും എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഏറ്റവും തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ നിന്നാണ് ചാലക്കുടി മണ്ഡലത്തിൽ അവർക്ക് അല്പം വോട്ട് കിട്ടിയത്. അതിൽ അവർക്ക് പക്ഷേ 2021 വോട്ട് ആവർത്തിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. വോട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും 2020 എന്നത് തൽക്കാലത്തേക്ക് ആ കാലത്തേക്ക് മാത്രം ഉള്ള പ്രാദേശികമായ ഒരു പ്രതിഭാസം മാത്രമായിരുന്നു എന്നതിലായിരിക്കും ഈ കുന്നത്തുനാടിൻ്റെ ഫലം അന്തിമമായി എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും ഈ കുന്നത്തുനാട് ഈ സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ വിധി എഴുതുന്ന പ്രധാനപ്പെട്ട 20 മണ്ഡലങ്ങളിൽ ഒന്നായി കുന്നത്തുനാടുണ്ടാകും. അവിടെ ഏറ്റവും കടുത്ത മത്സരം നടക്കാൻ പോകുന്ന LDFും UDFും തമ്മിലായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതോടൊപ്പം ഒരു കാര്യത്തിലും കൂടെ തീരുമാനമാകും. 2020 എന്ന പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിധിയെഴുത്തുണ്ടാകും. അതുകൂടിയാകും കുന്നത്തുനാടിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാക്കി മാറ്റുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.